അവിടെ തല കാണാൻ പറ്റുന്നുണ്ടോ? ആ അപ്പോൾ നമസ്കാരം. ഇതിവിടെ ഇൻഫോ പാർക്കിൻ്റെ അടുത്തൊരു കമ്പനിയിലാണ്. ഒരു ബൈക്കിൽ ഇവിടെ പാർക്കിങ്ങിൽ വെച്ചിരുന്നൊരു വണ്ടി ബൈക്കിൽ ഒരു മൂർഖൻ്റെ കുഞ്ഞാണ്. അതിപ്പോൾ കാണിച്ചു തരാം. അത് കാണിച്ചു. ഫ്രണ്ട് ഇവിടെ കാണാൻ പറ്റും. ഇങ്ങനത്തെ ഡീസൽ എന്തെങ്കിലുമൊക്കെ സ്പ്രേ ചെയ്ത് എന്നിട്ട് അവൻ ഇറങ്ങിയില്ല. ഇപ്പുറത്തും കൊടുത്താൽ അതിൻ്റെ തലപ്പുറത്തും ഓക്കെ നോക്കണ്ടോ? വലിയ ചീറ്റിലൊക്കെ ഇടണം. ഇമ്മൊരു വണ്ടി കയറി കഴിഞ്ഞാലേ ഇതിങ്ങേറാണത്. ഇതിൽ ഇത്ര റിസ്ക് ആയിരിക്കും. വാല് കാണാൻ പറ്റുന്നുണ്ടോ? വാലല്ല, ബോഡി. ചെടുന്നല്ല. ആണോട്ടാ വടി എന്തിനുണ്ടോ? വടി സ്റ്റിക്കല്ലാതെ എന്തെങ്കിലും ഒരു അത് പറ്റില്ല. അതുപോലെ ചൂലിൽ ഈ ചെറിയ പറയുന്നുണ്ടോ? പേടിക്കരുത്, ഓടരുതാരും.
ബ്രോ ഫോട്ടോ എടുക്കല്ലേ, എന്തായാലും അവർ എടുക്കണല്ലേ, വെറുതെ നിങ്ങൾ ഇത് എടുത്ത് ഇതാവണ്ട. ആ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഫോട്ടോ എടുക്കണം. അവരല്ല അവരേക്ക് എടുക്കണം. ഒരുവിധം വലിയ ഒരു മൂർഖൻ്റെ മുന്നായിരുന്നു. പിന്നെ റിസ്ക് ചെയ്തിട്ടുണ്ട്. നാളെ അതിൻ്റെ ഫോറസ്റ്റിലേക്ക് കൈമാറുകയില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും കൂടി പറയണം. പാമ്പുകളുടെ മാക്സിമം ടൈം ഏകദേശം ഒക്കെയാണ്. അപ്പോൾ ഇതേപോലുള്ള കുഞ്ഞുങ്ങൾ, ഇത് കുഞ്ഞൊന്നും പറയാമല്ല, ഇത് വലിയ ഇതേപോലുള്ള പാമ്പുകളൊക്കെ ഉണ്ടാവും. തണുപ്പ് ചൂട് കൂടുമ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഇതൊക്കെ വന്ന് കിടക്കും. വണ്ടികളിൽ കയറും. ഇതിപ്പോൾ എങ്ങനെ കണ്ടത് നിങ്ങൾ? പാമ്പ് കയറി. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. വണ്ടിയൊക്കെ എടുക്കാൻ നേരത്ത് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വീടുകളിലായാൽ പോലും വണ്ടിയുടെ ഉള്ളിൽ കയറും. എല്ലാം എടുക്കും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞ് എടുത്തതാണ്. അപ്പോൾ ഓഫീസ് അതിൻ്റെ ഉള്ളിൽ വന്ന് പറഞ്ഞു കൊടുത്തു. അത് മരപ്പെട്ടിയായിരുന്നു. അല്ല, ഇപ്പുറത്തെ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, സർക്കിളിൻ്റെ അപ്പുറത്ത് ഇവിടെ ഒരു മരപ്പെട്ടിന് എടുത്തായിരുന്നു. ഇവിടെ വന്നൊരു മൂർഖന് എടുത്തായിരുന്നു. അപ്പോൾ ഇഷ്ടംമാരുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. പാമ്പിൻ്റെ ബൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ എന്നാ.